നടി മമത കുൽക്കർണി മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി സന്യാസം സ്വീകരിച്ചു. കിന്നർ അഖാഡയുടെ ഭാഗമായി സന്യാസദീക്ഷ സ്വീകരിച്ച മമത യാമൈ മമത നന്ദഗിരി എന്ന പേരും സ്വീകരിച്ചു. 2 വർഷമായി അഖാഡയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നുണ്ടായിരുന്നു. ചടങ്ങുകളുടെ ഭാഗമായുള്ള പിണ്ടബലി വെള്ളിയാഴ്ച കഴിഞ്ഞു. ഏറെക്കാലമായി സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മമത വിവാഹത്തിനു ശേഷം കെനിയയിലാണ് താമസിച്ചിരുന്നത്. 25 വർഷത്തിനു ശേഷം ഈ മാസം ആദ്യമാണ് മമത ഇന്ത്യയിലെത്തിയത്. മമതയ്ക്കും ഭർത്താവ് വിക്കി ഗോസ്വാമിക്കുമെതിരെയുള്ള 2000 കോടി രൂപയുടെ ലഹരിമരുന്ന് കേസ് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ഓഗസ്റ്റിൽ റദ്ദാക്കിയിരുന്നു. 2016-ൽ താനെയിൽ നിന്ന് ലഹരിമരുന്ന് പിടികൂടിയ സംഭവത്തിൽ നടിക്കും ഭർത്താവിനും പങ്കുണ്ടെന്നായിരുന്നു കേസ്. 1991-ൽ സിനിമയിലെത്തിയ മമത കുൽക്കർണിയുടെ എക്കാലത്തെ മികച്ച ഹിറ്റുകളിലൊന്ന് സൽമാൻ ഖാൻ നായകനായ കർൺ അർജുനാണ്. 1999-ൽ കുഞ്ചാക്കോ ബോബൻ നായകനായ ചന്ദമാമ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും മുഖം കാണിച്ചു. 2003-ൽ സിനിമ വിട്ടെങ്കിലും ലഹരിമരുന്ന് കേസിലടക്കം പ്രതി ചേർക്കപ്പെട്ട് വിവാദത്തിലായി. ഒടുവിൽ ഗ്ലാമർ ലോകത്തോട് വിട പറഞ്ഞ് ആത്മീയ പാതയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് താരം. സന്യാസം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് മമത ഇൻസ്റ്റഗ്രാമിലൂടെ നേരത്തെ ആരാധകരെ അറിയിച്ചിരുന്നു. പ്രയാഗ്രാജിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കുമെന്നും അവർ വ്യക്തമാക്കി.